നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബിജെപിയുടെ പെൺപുലി, ബിജെപി സർക്കാരിലെ ഏറ്റവും ശ്രദ്ധേയമായ മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി ഇപ്പോൾ അമേഠിയിലെ സ്ഥാനാർത്ഥിയാണ്. അമേഠിയിലെ സ്ഥാനാർത്ഥി കൂടിയായ സ്മൃതി ഇറാനി വയനാട്ടിലേക്കും വരുന്നു. ഈ വരവിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഓടിച്ചത് സ്മൃതി ഇറാനിയാണ്. വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഓടിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അത് സംശയിക്കേണ്ടതില്ല. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടെങ്കിലും അവിടെ തന്നെ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിലൂടെ വീണ്ടും അമേഠിയുടെ താരമാകാൻ കഴിഞ്ഞ ഒരാൾ കൂടിയാണ് സ്മൃതി ഇറാനി. ഇപ്പോൾ അമേഠിയിൽ സ്വന്തമായ ഒരു മേൽവിലാസം കൂടി സ്മൃതി ഇറാനി ഉണ്ടാക്കി കഴിഞ്ഞു. 83% വീടുകളിലും ശൗചാലയങ്ങൾ ഇല്ലാതിരുന്ന പഴയ അമേഠിയെ വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിച്ച വികസന നായിക കൂടിയാണ് സ്മൃതി ഇറാനി. നെഹ്റു കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തെന്ന് അഹങ്കരിച്ചിരുന്ന അമേഠിയിൽ 2019 കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ 49.69% വോട്ട് നേടി തറപറ്റിച്ച പെൺകരുത്താണ് സ്മൃതി ഇറാനി. 1980 സഞ്ജയ് ഗാന്ധി 57.11% വോട്ട് നേടി അമേഠിയിൽ വിജയിച്ചതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകാൻ മാത്രം അമേഠിയിലേക്ക് ചെന്നാൽ മതിയായിരുന്നു. ആ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി 2014 മത്സരിക്കാനെത്തിയപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകൾ പുച്ഛത്തോടെയായിരുന്നു ഇവരെ നോക്കിക്കണ്ടത്. രാഹുലിന്റെ മുമ്പിൽ കൊടുങ്കാറ്റ് പോലെ പ്രചരണ രംഗത്ത് മുന്നേറിയെങ്കിലും 35 സ്ഥാനാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി 34.38% വോട്ട് നേടി പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ വന്നുപോകാൻ വന്നതല്ലെന്ന് തെളിയിച്ചുകൊണ്ട് 5 വർഷത്തിനിടയിൽ അമേഠിയിലെ ഓരോ ഗ്രാമത്തിലും അവരെത്തി. 2019 മെയ് 3 അമേഠിയിലെ ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസ് പൂട്ടി നേതാക്കൾ സ്ഥലം വിടുന്നത് വരെയുള്ള ആസൂത്രിതമായ പ്രവർത്തനത്തിലൂടെ അമേഠിയിൽ വിജയിക്കുക മാത്രമല്ല, അമേഠിയെ തന്നെ അടപടലം മാറ്റിയെടുക്കുകയായിരുന്നു സ്മൃതി ഇറാനി. നെഹ്റു കുടുംബസ്മൃതിയിൽ തളയ്ക്കപ്പെട്ട ഒരു മണ്ഡലത്തിന്റെ മോചനം കൂടിയായിരുന്നു സ്മൃതി ഇറാനിയിലൂടെ അമേഠിയിൽ ഉണ്ടായത്. 2011 സെൻസസിൽ 62% വീടുകളിൽ വൈദ്യുതി ഇല്ലാതിരുന്ന മണ്ഡലമാണ് അമേഠി. 83% വീടുകളിൽ ശൗചാലയമില്ലായിരുന്നു. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം അവർ സാധ്യമാക്കി. അങ്ങനെ അമേഠിയിലെ മാറ്റം സ്മൃതി ഇറാനിയിലൂടെ തന്നെയായിരുന്നു. കോവിഡ് കാലത്ത് സാമ്പിൾ പരിശോധനയ്ക്ക് ലക്നൌവിൽ പോകേണ്ട സ്ഥിതിയായിരുന്നു അമേഠിയിലെങ്കിൽ മെഡിക്കൽ കോളേജും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളും മാത്രമല്ല, മെഡിക്കൽ ഓക്സിജൻ നിർമ്മാണ പ്ലാന്റുകൾ വരെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള നാടായി അമേഠി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലത്തിലെത്തുന്ന ചുരുക്കം ചില ദിവസങ്ങളിൽ സുഖിച്ചു താമസിക്കാൻ മാത്രം മുൻഷിഗഞ്ചിൽ ഗസ്റ്റ് ഹൗസ് മാത്രം പണിത രാഹുലിന്റെ വികസനം കണ്ട അമേരിക്കക്കാർ സ്മൃതിയെ സ്വന്തം കുടുംബാംഗമാക്കി മാറ്റി. 48 വർഷത്തെ അവഗണനയിൽ നിന്ന് ഇരട്ട എഞ്ചിൻ വേഗതയിൽ വികസനം എത്തിച്ച ഒരു വികസന നായിക കൂടിയാണ് സ്മൃതി ഇറാനി. ഇപ്പോൾ ഗൗരിഗഞ്ചിലെ മവായ് ഗ്രാമത്തിലെ പുതിയ വീട്ടിലെ താമസക്കാരിയായി അവർ മാറി. ഇതുവരെ അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ പോലും ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുമില്ല. അമേഠിയുടെ ചരിത്രം തിരുത്തിയ സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിലെത്തുമ്പോൾ അതിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന ജൈത്രയാത്രയായി അത് മാറുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. 9 കൽപ്പറ്റയിൽ നിന്ന് നടക്കുന്ന റോഡ് ഷോയിൽ സ്മൃതി ഇറാനി പങ്കെടുക്കുന്നുണ്ട്. പത്രിക നൽകിയതിനു ശേഷം സ്മൃതി ഇറാനി കളക്ടറേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. കെ സുരേന്ദ്രനൊപ്പം പത്രിക നൽകാൻ കളക്ടറേറ്റിലേക്ക് സ്മൃതി ഇറാനി എത്തുകയും ചെയ്യും.